ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിക്ക് മുൻപാകെ കീഴടങ്ങുമോ? രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ നാടകീയ നീക്കങ്ങൾ ഉണ്ടാകുമോ? രാഹുലിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാൻ മാറ്റി ഒരു രേഖ കൂടി ഹാജരാക്കണമെന്ന് പ്രോസിക്യൂഷനോട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആവശ്യപ്പെട്ടു. അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂറാണ് കോടതി വാദം കേട്ടത്. ബലാത്സംഗം ചെയ്തതിനും ഗർഭചിത്രം നടത്തിയതിനും തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുലിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തു. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങുമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. രാഹുലിനെതിരായ പുതിയ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. മൊഴി നൽകാനുള്ള താല്പര്യം ഉണ്ടോ എന്ന് യുവതിയോട് ആരായുമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരനും TG സജിത്തും ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, 1.25 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ, പ്രോസിക്യൂഷൻ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഓരോ പരാതിയിലെ ഗൗരവമേറിയ വിഷയങ്ങളും കോടതിക്ക് മുൻപാകെ ബോധിപ്പിച്ചു. എന്നാൽ ഇത് രാഷ്ട്രീയ വേട്ടയാടലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. എപ്പോൾ വിധി ഉണ്ടാകും? എന്ത് പ്രതീക്ഷിക്കാം? ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു കേസിൽ, അതായത് ഗർഭചിത്രമടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമെന്നാണ് പ്രതിഭാഗമടക്കം കോടതിയിൽ വാദിച്ചത്. അതിനടക്കം, അതായത് ഗർഭചിത്രം നടത്തിയതിനും ഈ ശാരീരികമായി ഉപദ്രവിച്ചതിനടക്കം തെളിവുകളുണ്ട്. അതിൽ ഡോക്ടർമാരുടെ മൊഴിയടക്കം നിർണായകമാണ്. ഡോക്ടർമാർ ഇതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പീഡനം, അതായത് ഈ ഒരു അതിജീവിതയുമായിട്ടുള്ള ഉപദ്രവിച്ചതിനടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം ഇയാളുടെ കൈവശമുണ്ട്. ഈ ഒരു പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു അവസരത്തിൽ ജാമ്യത്തിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അന്വേഷണത്തിനെയും മാത്രമല്ല തെളിവെടുപ്പിനെ അടക്കം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ആളാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ആ ഒരു വാദത്തിന് മറുവശമായി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ടാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ, അതായത് വാദിഭാഗം ഇത്തരത്തിൽ വാദിച്ചത്. അതായത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധമായിരുന്നു ഇവരുടേത്. പക്ഷേ അതിൽ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ യുവതിയെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ, അതായത് രാഷ്ട്രീയമായി ഈ ഒരു വ്യക്തിയെ തകർക്കാനുള്ളൊരു നീക്കമാണ്, ഈ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നായിരുന്നു വാദിഭാഗത്തിന്റെ അടക്കം ഒരു വാദത്തിൽ ഉണ്ടായിരുന്ന പ്രസക്ത ഭാഗങ്ങൾ. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിന്റെ എല്ലാ നിയമവശങ്ങളും പഠിച്ചുകൊണ്ട് ഇത് കൃത്യമായൊരു വിധിയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വിധി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നത്തേക്കാണെന്നത്, അതായത് എപ്പോൾ വിധി പറയുമെന്നതിൽ ഒരു കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത്, ഇതിൽ അതായത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി മാറ്റുവാനുള്ള ഒരു സാഹചര്യം അടക്കമുണ്ട്. ഇതിനൊപ്പം തന്നെ ഇതിൽ, അതായത് ഈ ഒരു രണ്ട് ഭാഗങ്ങളും കൃത്യമായി വിശകലനം ചെയ്ത് മാത്രമായിരിക്കും ഒരു കോടതിയുടെ ഒരു വിധി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. സാരംഗ്, അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് രാഷ്ട്രീയ ജീവിതം, അതായത് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് യുവതി പരാതി നൽകിയത്. കേസിന് പിന്നിൽ CPM BJP ഗൂഢാലോചനയുണ്ട്, പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു, അങ്ങനെ തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഈ പരാതിക്കാരിയായ യുവതിക്കെതിരെ ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ കൈമാറിയിരുന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് യുവതിയും രാഹുലും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ, മറ്റ് ചിത്രങ്ങളടക്കം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ഇതൊക്കെ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടാകില്ലേ? പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം, കാരണം ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഇന്നലെ വരെ നമ്മൾ കരുതിയത്, പുറത്തു വന്നത് ഒരു യുവതിയെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതെന്നാണ്. മറ്റൊക്കെ പല രീതിയിലുള്ള കഥകളൊക്കെ പ്രചരിച്ചിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇന്നലെ രണ്ടാമതൊരു യുവതി കൂടി പരാതി നൽകുന്നു. അതിക്രൂരമായി വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തുവെന്ന് പറയുന്നു. സ്വാഭാവികമായി ഇക്കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷനും ഇന്ന് കോടതിയിൽ നിരത്താൻ കഴിഞ്ഞില്ലേ?
ടോം, തീർച്ചയായും. കാരണം ഇത് വാദിഭാഗത്തിന്റെ വാദത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് CPM-ന്റെയും BJP-യുടെയും രാഷ്ട്രീയ നീക്കം, അതായത് ഈ ഒരു യുവതിയെ മുൻനിർത്തിക്കൊണ്ട് തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണെന്നായിരുന്നു വാദിഭാഗത്തിന്റെ അടക്കം ഈ ഒരു ജാമ്യാപേക്ഷ സംബന്ധിച്ചിരുന്ന വാദത്തിൽ ഉന്നയിച്ച പ്രധാന കാര്യങ്ങൾ. ഇതൊരു ഉഭയകക്ഷി സമ്മതമുള്ള ഒരു ബന്ധമായിരുന്നു. അത് കൃത്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ട്, അതായത് ഇതൊരു തന്റെ വ്യക്തിമുദ്ര തകർക്കുക, അതായത് രാഷ്ട്രീയത്തിൽ തന്റെ ഭാവി തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് വാദിഭാഗം ഇത് ഉന്നയിച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ പറയേണ്ട ഒരു വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു യുവതി ഇത്തരത്തിൽ ഇതേ ആരോപണവുമായി, പരാതിയുമായി കോൺഗ്രസ് നേതൃത്വത്തിനെ സമീപിച്ചത്. ആ പരാതി ഇപ്പോൾ പോലീസിന്റെ കൈവശം, അതായത് DGP-യുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ പോലും ഇത് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പരാതിയായിട്ട് തന്നെ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച് നിൽക്കുന്നുണ്ട്. ഇതടക്കം കോടതിയുടെ പരിഗണനയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു യുവതി മാത്രമല്ല, മറ്റു പലരും ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ട്, ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. അതിൽ കൃത്യമായ തെളിവുകൾ അടക്കം ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം അടക്കം. ഇതിൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ തെളിവുകൾ, അതായത് ഇവർ തമ്മിലുള്ള ചാറ്റ് ഉൾപ്പെടെയുള്ള സംഭാഷണങ്ങളും മറ്റുമുള്ള ഇലക്ട്രോണിക് തെളിവുകൾ ഇപ്പോൾ കോടതിയുടെ മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം ഒരു ഉഭയകക്ഷി സമ്മതമുള്ള ഒരു ബന്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തെളിവുകളാണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിൽ വേറൊരു കാര്യം, ഈ ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരം ആണെങ്കിൽ പോലും ഈ ഒരു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ കുറ്റമാണ്. മാത്രമല്ല ബലാത്സംഗം ചെയ്തു, ഇതിനൊപ്പം തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നടക്കമുള്ള പരാതി ഈ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളും പോലീസ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര എളുപ്പമല്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗങ്ങളും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ഈ ഒരു നിയമവശം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാവുക. കാരണം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അന്വേഷണത്തിലും മാത്രമല്ല തെളിവ് ശേഖരിക്കുന്നതിലടക്കം കൃത്യമായി ഇടപെടൽ നടത്താനുള്ള സ്വാധീനമുണ്ട്. ഈ ഒരു സൈബർ അറ്റാക്കിൽ തന്നെ അത് വ്യക്തമായിരുന്നു. കാരണം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കൃത്യമായ ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു പ്രവർത്തകരുടെ ഒരു പിൻബലം രാഹുലിന് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുലിന് ജാമ്യം ലഭിക്കുകയും വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന് പ്രതികൂലമായി അത് വാദിക്കുമെന്നായിരുന്നു ഈ ഒരു പ്രോസിക്യൂഷന്റെ വാദം പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കോടതിയുടെ നിരീക്ഷണം, അതായത് കോടതി കൃത്യമായ ഒരു വിശകലനത്തിന് ശേഷമായിരിക്കും ഇതിൽ വിധി പറയുക കേട്ടോ. വ്യക്തമാണ്. രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ കേസ്. ഇന്നത്തെ ദിവസം യുവതി പരാതി നൽകി 7 ദിവസവും കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു. ഇനി എന്തായിരിക്കും ഈ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നടപടി? TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, കോടതിയിൽ നിന്ന് ഏതെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും തകരാം. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം, MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാട്ടിൽ കൽപ്പറ്റയിലെ കോടതിയിൽ കീഴടങ്ങുമെന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. ഒരുപക്ഷെ അത് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ മാത്രമേ ആയിരിക്കുമുള്ളൂ ഈ രീതിയിലുള്ളൊരു നടപടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള സാധ്യതയുള്ളൂ? ടോം സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഒളിവ് ജീവിതം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുമെന്ന പൊതുപ്രതീക്ഷയാണ് ഉള്ളത്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കോടതിയിൽ നിന്ന് അനുകൂലമോ പ്രതികൂലവുമായ തീരുമാനമുണ്ടായാൽ ഇക്കാര്യത്തിൽ സ്വാഭാവിക തീരുമാനമുണ്ടാകും. ഒന്ന്, പ്രതികൂല തീരുമാനമാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ അറസ്റ്റിന് വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ കീഴടങ്ങേണ്ടി വരും. അതല്ല, കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനമാണ്, അതായത് ജാമ്യം കിട്ടും എന്നൊരവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി വരും. ഈ ജാമ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ തന്നെ അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കാം എന്ന ഉറപ്പായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ വരേണ്ടി വരും. എന്തായാലും ഇതിൽ ഈ ഒളിവ് ജീവിതത്തിൽ ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കോടതിയിൽ ഈ തീരുമാനം പറഞ്ഞിട്ടില്ല, തീരുമാനം മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് ആ തീരുമാനം വൈകുമോ? രാഹുൽ ഇന്ന് തന്നെ